എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ, സാധാരണ നമ്മളെല്ലാ ഭക്ഷണവും കഴിക്കാറുണ്ട് അല്ലേ? വേണ്ടതും വേണ്ടാത്തതും വാരി വലിച്ച് ഭക്ഷണം നമ്മൾ കഴിക്കാറുണ്ട്. പക്ഷേ തലച്ചോറിന് നമ്മൾ എന്ത് ഭക്ഷണമാണ് നൽകുന്നത്? നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളാണ് തലച്ചോറിലേക്ക് ഭക്ഷണമായി എത്തുന്നത്. അപ്പോൾ ആ ഭക്ഷണം നല്ലതാവണ്ടേ അല്ലേ? രാവിലെ തന്നെ നമ്മളൊരു പത്രം എടുത്ത് നോക്കിയാൽ എന്തായിരിക്കും കാണുന്നത്? ആ പത്രത്തിൽ മുഴുവനും രാവിലത്തെ ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ, വായിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഡേ പോയി അല്ലേ? ഒന്നുകിലൊരു കൊലപാതകം, അല്ലെങ്കിൽ ഒരു ബലാത്സംഗം, അല്ലെങ്കിൽ അതും വേണ്ടെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുണ്ടാവുന്ന പലതരം പ്രശ്നങ്ങൾ അല്ലേ? ഓരോ പേജും മറയ്ക്കുമ്പോഴും കൊലപാതകങ്ങളുടെ എണ്ണങ്ങളും, അല്ലെങ്കിൽ ബലാത്സംഗങ്ങളും, അല്ലെങ്കിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതും എന്ന് വേണ്ട സകല നെഗറ്റീവ് വാർത്തകളുമാണ് നമ്മൾ പത്രത്തിൽ വായിക്കുന്നത്. ഒരിക്കൽ നമ്മുടെ അബ്ദുൽ കലാം സർ, നമ്മുടെ മുൻ രാഷ്ട്രപതിയായിട്ടുള്ള അദ്ദേഹം ഒരിക്കൽ ഇസ്രായേൽ സന്ദർശിച്ച സമയത്ത്, ഇസ്രായേലിൽ അന്ന് വെടിവെപ്പും യുദ്ധമൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. പക്ഷെ അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ പത്രമെടുത്ത് വായിച്ചു നോക്കുമ്പോൾ ആ പത്രത്തിൽ എവിടെയും അത്തരത്തിലൊരു ന്യൂസ് കാണാനുണ്ടായിരുന്നില്ല. അങ്ങനെ നോക്കി വന്നപ്പോഴാണ് അവസാനത്തെ പേജിൽ കാണുന്ന വാർത്തയായിട്ട് ചെറിയൊരു കോളമായിട്ട് മാത്രമാണ് ആ യുദ്ധത്തെ കൊടുത്തിരിക്കുന്നത്. അവിടെ പലപ്പോഴും ഫസ്റ്റ് പേജിലൊക്കെ കൊടുത്തിരിക്കുന്നത് വെറും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ആ പോസിറ്റീവായ കാര്യങ്ങൾ അന്നത്തെ ഒരു ദിനം തന്നെ എല്ലാവരെയും പോസിറ്റീവ് ആക്കും എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഈ കൊച്ചു കേരളത്തെ സംബന്ധിച്ചിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ പത്രങ്ങളിൽ എന്താണ് കാണാനുള്ളത്? ആദ്യത്തെ ന്യൂസ് തന്നെ നമ്മളെ ഏറ്റവും കൂടുതലായിട്ട് വിഷമിപ്പിക്കുന്ന രീതിയിലാണ് ന്യൂസുകൾ പലപ്പോഴും ഉണ്ടാകുന്നത്. ഒരുപക്ഷെ നെഗറ്റീവ് ന്യൂസുകളാണ് ഏറ്റവും കൂടുതൽ വൈറലാവുന്നത് എന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ അത്തരം ന്യൂസുകൾ രാവിലെ തന്നെ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ എന്തായിരിക്കാം? നമ്മുടെ നെഗറ്റീവ് ചിന്തകളായിരിക്കാം വരുന്നത്. അതാണോ നമ്മൾ തലച്ചോറിലേക്ക് കൊടുക്കേണ്ടത്? അല്ല. അപ്പോൾ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ, നല്ല പുസ്തകങ്ങൾ വായിക്കാം, നല്ല പാട്ട് കേൾക്കാം, രാവിലെ തന്നെ അല്ലെങ്കിൽ ഭക്തിഗാനങ്ങൾ കേൾക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംസാരിക്കാം. ഇതൊക്കെ നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്ന ഏറ്റവും നല്ല ചിന്തകളായിരിക്കാം. അത് തന്നെ ആയിരിക്കണം തലച്ചോറിന് ലഭിക്കുന്ന ഏറ്റവും നല്ല ഭക്ഷണം. ആ ഒരു ദിവസം നല്ലതാക്കാൻ അത് മതി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കൂ, എന്ത് ഭക്ഷണമാണ് നമ്മൾ തലച്ചോറിലേക്ക് കൊടുക്കേണ്ടതെന്ന്. താങ്ക് യു.